നമസ്കാരം. മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയമായിട്ടാണ്. ജൈവകൃഷിയിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഹരിത കഷായം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹരിത കഷായം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു 10 ഇലകളെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് 10 ഇലകളാണ്. അതിന് 10 ഇല കഷായം എന്നും കൂടെ പറയും. അപ്പോൾ 10 ഇലകൾ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തൊടിയിൽ കിട്ടുന്ന 10 ഇലകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് വളങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനമാണെന്ന് ഒന്ന് ശീമക്കൊന്ന എന്ന് പറയുന്ന സാധനം. ഈ ശീമക്കൊന്ന ഒരു 250 ഗ്രാം. അത് ആദ്യം ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം. 25 ലിറ്റർ ഹരിത കഷായം ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 25 ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു 250 ഗ്രാം ശീമക്കൊന്നയുടെ ഇല, പിന്നെ 250 ഗ്രാം കണിക്കൊന്ന ഇലയാണ്. ഇത് കണിക്കൊന്നേൻ്റെ ഇലയാണ്. അതേപോലെ ആടലോടകത്തിൻ്റെ ഇല 250 ഗ്രാം. പിന്നെ വേണ്ടുന്നത് നമ്മളെ നാട്ടിലുണ്ടാകുന്ന സിംഗപ്പൂർ ഡേയ്സി എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. കാട് പിടിച്ച പോലെ കിടക്കുന്ന ഒരു സാധനമാണിത്. ഇതിനൊരു വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ കീടങ്ങളൊന്നും ഈ സാധനം തൊടൂല എന്നുള്ളതാണ്. ഒരു മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇത് പറമ്പിലും വയലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നൊരു സാധനമാണിത്, സിംഗപ്പൂർ ഡേയ്സി എന്ന് പറയുന്നത്. പിന്നെ വേണ്ടുന്നത് വട്ടപ്പെരുവലം എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണിത്, വട്ടപ്പെരുവലം. ഈ വട്ടപ്പെരുവലത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കീടങ്ങളെ കുറച്ച് അകറ്റി നിർത്തുകയും ചെയ്യും. അതുകൂടാതെ ഈ ചാണകക്കുഴിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. വണ്ടിൻ്റെ ഈ പുഴുക്കൾ നശിപ്പിക്കുന്ന ഒരു അത്യപൂർവ ചെടികളിൽ ഒന്നാണിത്, വട്ടപ്പെരുവലം എന്ന് പറയുന്ന സാധനം. പിന്നെ ഒന്നുള്ളതാണ് തുമ്പ. നമ്മുടെ നാട്ടിൽ പൂവൊക്കെ പറിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് തുമ്പ എന്ന് പറയുന്നത്. ഈ സാധനം ഒരു 1/4 kg. അതുപോലെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഒരു ചെടിയാണ്, വള്ളിച്ചെടിയാണിത്. ഈ ചെടിയിൽ ഇഷ്ടംപോലെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ചെടി. ഇതും ഒരു 250 ഗ്രാം വേണം. ഇതാണ് ധൃതരാഷ്ട്ര പച്ച. ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയുന്ന സാധനം, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത്. ഇതും 250 ഗ്രാം. അതുപോലെ കുറുന്തോട്ടിയും 250 ഗ്രാം കുറുന്തോട്ടിക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇലകളെല്ലാം പോയിട്ടാണ് ഉള്ളത്. ഇപ്പം വിത്ത് ഉണ്ടാകുന്ന സമയമാണ്, അപ്പോൾ ഇലകൾ കുറവാണ്. അതും കിട്ടുന്ന അളവിൽ 250 ഗ്രാം എടുക്കുക. മറ്റൊന്നാണ് തൊട്ടാവാടി എന്ന് പറയുന്ന സാധനം. ഇതും 250 ഗ്രാം. അല്ല 250 ഗ്രാം പച്ചിലകൾ എടുക്കുക. അപ്പോൾ 10 പച്ചിലകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 250 ഗ്രാം വീതം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഔഷധ ഗുണമുള്ള ചെടികളാണ്. അതുപോലെ ഉള്ള പൊട്ടാഷ്, അതുപോലെ മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള കളച്ചെടികളാണ് ഇതെല്ലാം. പിന്നെ വേണ്ടുന്ന സാധനമാണ് ഒരു 2 കിലോ നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം. നാടൻ പശുവിൻ്റെ ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നാടൻ പശുവിൻ്റെ ചാണകം 2 കിലോ എടുക്കണം. ഇത് നാടൻ പശുവിൻ്റെ ചാണകമാണ്. ഇത് 2 കിലോ. പിന്നെ വേണ്ടുന്നതെന്ന് 1/2 കിലോ വെല്ലം പൊടിച്ചത്. 1/2 കിലോ വെല്ലമാണിത്. വെല്ലം അല്ലെങ്കിൽ ഉണ്ട ശർക്കര ഇതുപോലെ സാധനങ്ങളാണ് 1/2 കിലോ ഇത്. പിന്നെ ഏതെങ്കിലും ഒരു പയറ് വർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ഉഴുന്നോ അല്ലെങ്കിൽ ചെറുപയറോ വൻപയറോ അത് മുളപ്പിച്ചെടുത്തത്. ഇത് ഒരു 1/2 കിലോ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ പച്ചിലകളും 10 തരം പച്ചിലകൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണത്. അത് നുറുക്കിയെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു ഡ്രമ്മിൻ്റെ അകത്ത് നല്ല മൂടി അടപ്പുള്ള ഒരു ഡ്രം എടുക്കുക. അതിനകത്ത് ഇത് ഓരോ ലെയറായിട്ട് ഇട്ടുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കുക.
നമ്മളെടുത്ത 10 ഇലകളും പിന്നെ 10 ഇലകൾ നമ്മൾ തറച്ച് ചെറുതാക്കി നുറുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി നുറുക്കുക. ഇപ്പോൾ 10 ഇലകൾ ഇതിനകത്ത് നമ്മൾ നുറുക്കി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് ഏതെങ്കിലും ഒരു ഷീറ്റിലിട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ഇലകളും നല്ല മിക്സാകുന്നത് പോലെ മിക്സാക്കി എടുക്കുക. ഇത് നിങ്ങളെ കൃഷിക്ക് അനുസരിച്ച് നിങ്ങൾ എത്ര ലിറ്റർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ 25 ലിറ്ററിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ 100 ലിറ്ററിന് ആക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ ബാക്കി ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൃഷിയെല്ലാം ഇപ്പോൾ ഏകദേശം പച്ചക്കറി കൃഷിയെല്ലാം തീരാൻ പോകുന്ന സമയം. അതുകൊണ്ട് ഇപ്പോൾ ഇനി 25 ലിറ്ററിന് ഉണ്ടാക്കുന്നുള്ളൂ. ആ 25 ലിറ്ററിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ 10 ഇലകൾ 250 ഗ്രാം വെച്ചിട്ടാണ് ഇപ്പം ഇതിനകത്ത് നുറുക്കിയിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ഡ്രം എടുക്കുക. ആ ഡ്രമ്മിനകത്ത് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി എടുക്കുക. ഇതുപോലെ ഒരു പിടി എടുക്കുക, ഇതിലിടുക, ഡ്രമ്മിലിടുക. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ചാണകമാണ്. നാടൻ പശുവിൻ്റെ ചാണകം ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുപയർ മുളപ്പിച്ചതാണ്, അത് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചൊരു പിടി വെല്ലം അത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു ലെയർ പച്ചിലകൾ നുറുക്കിയതിടുന്നു. ചാണകം ഒരു ലെയർ ഇട്ടു. പയർ മുളപ്പിച്ചത്, വെല്ലം. അതിനുശേഷം വീണ്ടും പച്ചിലകൾ നമ്മൾ ഇടുക. ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അടുത്ത് ചാണകം, പയർ, വെല്ലം, നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ചാണകം ഉള്ളത് മുഴുവൻ ചാണകം ഇതിനകത്ത് ഇടുക. ചാണകം നാടൻ പശുവിൻ്റെ കിട്ടുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. നാടൻ പശുവിൻ്റെ കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ള ഇതിൻ്റെ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാടൻ പശുവിൻ്റെ ആണ് കുറച്ചും കൂടെ ബാക്ടീരിയകൾ കൂടുതൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നാടൻ പശുവിൻ്റെ ചാണകം കിട്ടുകയാണെങ്കിൽ, ഞാനിപ്പോൾ നാടൻ പശുവിൻ്റെ കുറച്ച് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതുപോലെ ചെറുപയർ പിന്നെ അല്ലെങ്കിൽ ഉഴുന്ന് നാട്ടിൽ നിന്നുണ്ടാക്കി നാടൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് മുളച്ച് കിട്ടും, അതിന് ഗുണവും കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ലെയറാക്കി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ 25 ലിറ്റർ വെള്ളമാണ്, ശുദ്ധജലം, ക്ലോറിനൊന്നും ചേരാതെ ശുദ്ധജലമാണ്. ഞാനിപ്പോൾ ഇത് കിണർന്നെടുത്ത വെള്ളമാണ്, അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ പിന്നെ ഹരിത കഷായത്തിൻ്റെ കൂട്ട് കംപ്ലീറ്റ് റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 25 ലിറ്റർ 25 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ 25 ലിറ്റർ ഹരിത കഷായം ഉണ്ടാക്കാൻ വേണ്ടുന്നത്, ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് സീമക്കൊന്നയുടെ ഇല 250 ഗ്രാം, അതുപോലെ കണിക്കൊന്നേൻ്റെ ഇല 250 ഗ്രാം,
പിന്നെ കരിനൊച്ചി എന്ന് പറയുന്ന സാധനമുണ്ട്. കരിനൊച്ചി ഉണ്ടെങ്കിൽ അത് 250 ഗ്രാം. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന പച്ചിലകൾ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത പരിസരത്ത് കിട്ടുന്ന പച്ചിലകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പച്ചിലകളിൽ പാലുണ്ടാകാൻ പാടില്ല. നമ്മളിപ്പം പാലെന്ന് പറയുന്ന ഉദാഹരണത്തിന് കപ്പയുടെ ഇല എടുക്കുമ്പോൾ അതിനകത്ത് പാല് വരുന്നില്ല, വെള്ളപ്പാൽ വരുന്നില്ലേ, അതുപോലുള്ള ഇലകൾ എടുക്കാതെ മറ്റുള്ള ഇലകൾ, ധൃതരാഷ്ട്ര പച്ച, അതുപോലെ കുറുന്തോട്ടി, അങ്ങനെയുള്ള സാധനങ്ങൾ 10 ഇലകൾ ഞാൻ ഇപ്പോൾ ആദ്യം കാണിച്ചതുപോലെ 10 ഇലകൾ എടുത്തിട്ട് നുറുക്കുക. ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 25 ലിറ്ററിന് 250 ഗ്രാം വെച്ചിട്ടാണ് ഇലകൾ എടുക്കേണ്ടത്. അത് 10 ഇലകൾ, അതേപോലെ 10 ഇലകൾ എടുത്ത് എന്നിട്ട് അത് ചെറുതായി നുറുക്കി പിന്നെ ഡ്രമ്മിനകത്തിട്ട് അതിനകത്ത് നമ്മൾ ഉഴുന്ന് അല്ലെങ്കിൽ പിന്നെ ചെറുപയർ, അതുപോലുള്ള പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ചത് അതെടുക്കുക. ഒരു 1/2 കിലോ അതെടുക്കുക. 1/2 കിലോ ശർക്കര, പിന്നെ നാടൻ പശുവിൻ്റെ ചാണകം 2 കിലോ. ഇത് ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. അടച്ച് ഒരു നല്ല അടച്ച് തണലത്ത് വെക്കുക. തണലത്ത് വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ രാവിലെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഒരു കമ്പ് ഉപയോഗിച്ചിട്ട്, മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് 1-2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആദ്യം ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് ഈ പച്ചിലകളെ മൊത്തം അലിഞ്ഞതിന് ശേഷം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആദ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവും ഇളക്കാനായിട്ട്. അത് നിങ്ങളൊരു ഏകദേശം ഒരു 12 ദിവസം മുതൽ 14 ദിവസം വരെ, 2 ആഴ്ച വരെ ഇത് വെക്കാവുന്നതാണ്. 2 ആഴ്ച വരെ ഇത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഇത് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ സത്ത് മാത്രം പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി എന്നുള്ള അളവിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടികളിൽ ചെടികളുടെ ഇലയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ പിന്നെ അടിഭാഗത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. നമ്മൾ ഈ സാധനം ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു ജൈവവളമാണ്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കീടങ്ങളെ ആക്രമണം കുറച്ച് കുറഞ്ഞു കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അധികം കയ്പുള്ള ചെടികളാണ് കൂടുതലും ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെടികളിലുണ്ടാകുന്ന പ്രാണിശല്യം കുറേ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ചെടികൾ നന്നായിട്ട് പൂവിടുകയും ചെയ്യും. നന്നായിട്ട് പൂവിടുകയും ചെയ്യും. അതുപോലെ നല്ലപോലെ കായ്ഫലം ഉണ്ടാകും. നിങ്ങൾ പറിച്ചാൽ തീരാത്ര കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. ഞാനിത് എല്ലാ വർഷവും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ജൈവ കൃഷിയിൽ ഏറ്റവും നല്ല സാധനം ഹരിത കഷായമാണ്. അതുപോലെ ഹരിത കഷായത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്. ഇത് 3 മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു വളവും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നല്ലപോലെ ജൈവവളം അടിവളം ചേർത്തതിന് ശേഷം ഇത് മാത്രം നിങ്ങൾ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് പിന്നെ അതിൻ്റെ കീഴ്ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഞാനിത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. നല്ല റിസൾട്ടാണ്. അതുപോലെ നല്ല കായ്കൾ പിന്നെ പച്ചക്കറികൾക്ക് നല്ല രുചിയും കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് രാസവളം ഉപയോഗിക്കാതെ ഈ 3 ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ പച്ചക്കറി വിളയിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു വളം തന്നെയാണ് ഈ ഹരിത കഷായം എന്ന് പറയുന്നത്. ഈ വളം നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് പറയുക. നമുക്ക് കൂടുതൽ ഇതിന് ചിലവൊന്നും വരുന്നില്ല. പിന്നെ ഇത് നല്ല തണലത്ത് വെച്ച് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇത് 14 ദിവസം 2 ആഴ്ച കഴിഞ്ഞ് ഇത് പിഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടലിലായിട്ട് ആക്കി നമ്മൾ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് തണലത്ത് വീട്ടിൻ്റെ അകത്ത് വെക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ ഇത് എടുത്തതിന് ശേഷം ചെറിയൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലാണ് ഈ പ്രാണികളെ അകറ്റി നിർത്തുന്നത്. പിന്നെ അതിങ്ങനെ നിങ്ങൾക്ക് 1 വർഷത്തോളം ഇത് കേടുകൂടാതെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നല്ലപോലെ സൂക്ഷിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 1 വർഷം വരെ ഉപയോഗിക്കാം. ഇത് അതുപോലെ ചെടികളിൽ പൂവുണ്ടാകുന്ന ചെടികളിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൊട്ടാഷ്യൻ്റെ അംശമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ പൂവിടുകയും ചെയ്യും, കായ്കൾ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ പച്ചിലകളിൽ ബോറോണിൻ്റെ ഒരു അംശം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഫലം കൊഴിഞ്ഞു പോകാതെ, ഈ ബോറോണിൻ്റെ അംശം കുറയുമ്പോഴാണ് നമ്മൾ പച്ചക്കറികളിൽ ഈ കൊഴിഞ്ഞു പോകുന്നത്. ഫ്രൂട്ട്സ് പ്ലാന്റിലും അതുപോലെ പച്ചക്കറിയിലും നമ്മളിപ്പം ഏതെങ്കിലും വെള്ളരിക്കയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഷേപ്പില്ലാതെ വരുന്നത്, അതുപോലെ കക്കിരിയെല്ലാം കൊഴിഞ്ഞു പോകുന്നത്, പാവൽ കൊഴിഞ്ഞു പോകുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ബോറോണിൻ്റെ അംശം കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പച്ചിലകളിൽ ഒരുപാട് ബോറോണിൻ്റെ അംശങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പിന്നെ കൊഴിഞ്ഞു പോകാതെ പച്ചക്കറികൾ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറികൾ നല്ലപോലെ തഴച്ച് വളരുകയും അതുപോലെ നല്ലപോലെ പൂടുകയും ചെയ്യും. പൂടുകയും കായ് ഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സാധനം ഹരിത കഷായം എന്ന് പറയുന്നത് കൂടുതൽ ചിലവില്ലാത്തതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുക, അതുപോലെ പച്ചക്കറികളിൽ പ്രയോഗിക്കുക, എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാം. ഇത്രയാണ് ഈ ഹരിത കഷായത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.